ഓൾ ഫോർ യു ചാനലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ് എന്ന ഭാഗം നോക്കാം. PSC പരീക്ഷകളിൽ ഇംഗ്ലീഷ് ഭാഗത്ത് നിന്ന് ആർട്ടിക്കിൾസിൽ നിന്ന് ഒരു ചോദ്യമെങ്കിലും മിക്കവാറും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ എത്ര പേർക്കറിയാം? ആർട്ടിക്കിൾസ് ശരിയായി ഉപയോഗിക്കാൻ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയാവൂ, അല്ലേ? അവർക്ക് മാത്രമേ മാർക്കും ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് എത്ര എണ്ണമുണ്ടെന്നും അവ എങ്ങനെ ശരിയായി ഉപയോഗിക്കാമെന്നും നമുക്ക് ഈ ക്ലാസ്സിലൂടെ പഠിക്കാം. ആർട്ടിക്കിൾസ് 3 എണ്ണമാണുള്ളത്. എ ആൻഡ് ദ എന്നിവയാണ് ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ്. അപ്പോൾ എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ദ എന്നുള്ളത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസുമാണ്. അപ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദായാണ്. ദ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസായ എയും ആനിനെയും കുറിച്ച് നമുക്ക് പഠിക്കാം. ഒരു എന്ന അർത്ഥത്തിലാണ് നമ്മൾ എയും ആനും ഒക്കെ ഉപയോഗിക്കുന്നത്. ഒരു എന്ന അർത്ഥത്തിൽ എണ്ണാൻ കഴിയുന്ന ഏകവചന നാമങ്ങളുടെ മുന്നിലാണ് നമ്മൾ എ അല്ലെങ്കിൽ ആൻ എന്ന ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നത്. ഇനി ഇതെല്ലാം കറക്റ്റായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു വാക്കിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ഒരു വാക്കിൻ്റെ ഉച്ചാരണം തുടങ്ങുന്നത് എ, ഇ, ഐ, ഒ, യു എന്നീ വവൽ സൗണ്ട്സിലാണെങ്കിൽ അത്തരം വാക്കുകൾക്ക് മുന്നിൽ ആൻ ചേർക്കണം. ശ്രദ്ധിക്കണം. ഒരു വാക്കിൻ്റെ ഉച്ചാരണം തുടങ്ങുന്നത് എ, ഇ, ഐ, ഒ, യു എന്നീ വവൽ സൗണ്ട്സിലാണെങ്കിൽ അത്തരം വാക്കുകൾക്ക് മുന്നിൽ ആൻ ചേർക്കണം. ഇനി ഇവിടെ ഒരു തെറ്റുപറ്റാൻ സാധ്യതയുള്ളത്, ചില ആൾക്കാർ എന്ത് ചെയ്യും, എ, ഇ, ഐ, ഒ, യു ഇവ വവൽസ് ആണ് ഇംഗ്ലീഷിലെ. ഈ അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകളുടെ ഫ്രണ്ടിലൊക്കെ എന്ത് ചെയ്യും, ആൻ ചേർക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എന്താ, അവയുടെ ഉച്ചാരണം നോക്കിയതിന് ശേഷം വേണം എന്ത് ചെയ്യാനായിട്ട്, അവിടെ ആൻ അല്ലെങ്കിൽ എ ചേർക്കാനായിട്ട്. അപ്പോൾ ഉച്ചാരണം നമുക്ക് നോക്കാം. ചില ഉദാഹരണങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എലിഫൻറ്റ്, ഓറഞ്ച്, അമ്പയർ എന്നൊക്കെ പറയുന്ന. അപ്പോൾ ഈ എലിഫൻറ്റ്, ഓറഞ്ച്, അമ്പയർ ഇതിൻ്റെയൊക്കെ മുമ്പിൽ എന്ത് ചെയ്യും, ആൻ ആണ് നമ്മൾ ചേർക്കുക, അവയുടെ ഉച്ചാരണം നോക്കിയിട്ട്. വവ്വൽ അക്ഷരത്തിൽ തുടങ്ങുന്നത് കൊണ്ട് മാത്രം, അല്ലേ, എ, ഇ, ഐ, ഒ, യു എന്നീ അക്ഷരത്തിൽ തുടങ്ങിയത് കൊണ്ട് മാത്രം അതെന്താവണമെന്നില്ല, അതിൻ്റെ മുന്നിൽ ആൻ ചേർക്കണമെന്നില്ല. അവയുടെ ഉച്ചാരണം നോക്കിയിട്ട് നമുക്ക് ശരിയായി ആർട്ടിക്കിൾസ് ചേർക്കാവുന്നതാണ്. അതിന് കുറച്ച് ഉദാഹരണം നോക്കാം. എ യൂണിയൻ, എ യൂറോപ്യൻ, എ യൂണിവേഴ്സിറ്റി, അങ്ങനെ കുറച്ച് ഉദാഹരണങ്ങളുണ്ട്. ഇവയുടെ യൂണിയൻ്റെ ഫ്രണ്ടിലുള്ള ആദ്യത്തെ അക്ഷരം ഏതാണ്? യു ആണ്. അതുപോലെ യൂറോപ്യൻ ആദ്യത്തെ അക്ഷരം ഏതാണ്? ഇ ആണ്. അതുപോലെ യൂണിവേഴ്സിറ്റി ആദ്യത്തെ അക്ഷരം എന്താണ്? യു ആണ്. അപ്പോൾ അവയുടെയൊക്കെ ഫ്രണ്ടിൽ എന്താ ചേർക്കേണ്ടത്? എ ആണ് ചേർക്കേണ്ടത്. ശ്രദ്ധിക്കണം. എന്താ, അവയുടെ ഉച്ചാരണം വവൽ സൗണ്ടിലല്ല, മറിച്ച് എങ്ങനെയാണ്, വ്യഞ്ജന ശബ്ദത്തിലാണ്. അവയുടെ കൺസണന്റ് സൗണ്ടിലാണ് അവയുടെ ഉച്ചാരണം വരുന്നത്. എ യൂണിയൻ, എ യൂറോപ്യൻ, എ യൂണിവേഴ്സിറ്റി, അതാണ് ശരി. അല്ലാതെ ആൻ യൂണിയൻ, ആൻ യൂറോപ്യൻ എന്നൊന്നും പറയരുത്. അടുത്ത രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. എച്ചിൽ തുടങ്ങുന്ന ചില വാക്കുകളുടെ ഉച്ചാരണം വവൽ സൗണ്ടിലാണ് തുടങ്ങുന്നത്. എച്ചിലാണ്. എച്ച് എന്നുള്ളത് വവലല്ല, നമുക്കറിയാം. പക്ഷേ ഈ എച്ചിൽ തുടങ്ങുന്ന ചില വാക്കുകളുടെ ഉച്ചാരണം വവൽ സൗണ്ടിലാണ് തുടങ്ങുന്നത്. അങ്ങനെയുള്ള വാക്കുകളുടെ മുന്നിൽ നമ്മൾ എന്ത് ചേർക്കണം? ആൻ ഉപയോഗിക്കണം. അതിന് കുറച്ച് ഉദാഹരണങ്ങളുണ്ട്. ആൻ ഓണസ്റ്റ് മാൻ, ആൻ ഹോട്ടൽ, ആൻ അവർ എന്നിവയുള്ള. ഇപ്പോൾ ആൻ ഓണസ്റ്റ് മാൻ, ആൻ ഹോട്ടൽ, ആൻ അവർ എന്നൊക്കെയുള്ള വാക്കുകൾ ശ്രദ്ധിച്ചുകൊള്ളണം. എച്ചിൽ തുടങ്ങുന്ന ചില വാക്കുകൾ, എല്ലാമല്ല, ചില വാക്കുകൾ. അടുത്ത് മറ്റൊരു റൂളുണ്ട്. എഫ്, എച്ച്, എൽ, എം, എൻ, ആർ, എസ്, എക്സ് എന്നീ കൺസണന്റ് സൗണ്ട്സ് ഉണ്ട്. അതായത് വ്യഞ്ജന ശബ്ദങ്ങളുണ്ട്, വ്യഞ്ജന അക്ഷരങ്ങളുണ്ട്. അപ്പോൾ ഈ വ്യഞ്ജന അക്ഷരങ്ങളിൽ തുടങ്ങുന്ന ഷോർട്ട് ഫോംസ് അറിയാം, അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ പറയാറില്ലേ, SI എന്നോ MLA എന്നോ MP എന്നൊക്കെ പറയാറുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ഈ അത്തരം ഷോർട്ട് ഫോംസിൻ്റെ ഉച്ചാരണം വവൽ സൗണ്ടിലായിരിക്കും. അത്തരം ഷോർട്ട് ഫോംസിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചേർക്കണം? ആൻ ചേർക്കണം. ശ്രദ്ധിക്കണം. എഫ്, എച്ച്, എൽ, എം, എൻ, ആർ, എസ്, എക്സ്.
എന്നീ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന ഷോർട്ട് ഫോംസിന് മുന്നിൽ ആന് ചേർക്കുക. അപ്പോൾ അതിന് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ആൻ LCD TV, ആൻ RTO, ആൻ MLA, ആൻ SI, ആൻ HOD, അങ്ങനെ കുറച്ച്. ഇനി എ എന്നുള്ള ആർട്ടിക്കിൾ എവിടെയാണ് ഉപയോഗിക്കേണ്ട? ഒരു വാക്കിൻ്റെ ഉച്ചാരണം കൺസണന്റ് ശബ്ദത്തിൽ ആരംഭിച്ചാൽ ആ വാക്കിന് മുന്നിൽ എ ചേർക്കണം. അപ്പോൾ ഒരു വാക്കിൻ്റെ ഉച്ചാരണം വ്യഞ്ജന ശബ്ദത്തിൽ ആരംഭിച്ചാൽ ആ വാക്കിനൊക്കെ മുന്നിൽ നമ്മൾ എന്ത് ചേർക്കണം? എ ചേർക്കണം. അതാണ് നമ്മൾ നേരത്തെ നോക്കിയത്. എ യൂണിയൻ, എ യൂറോപ്യൻ, എ യൂണിവേഴ്സിറ്റി എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. എ ബുക്ക്, എ ട്രീ, എ പേഴ്സ്, എ ഡോക്ടർ, എ കാർ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എ ഉപയോഗിച്ചിട്ട് പറയാം. അപ്പോൾ ഉച്ചാരണം നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ആർട്ടിക്കിൾസ് എ അല്ലെങ്കിൽ ആൻ തീരുമാനിക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമുള്ളൂ. എയും ആനും ശരിയായി ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമെങ്കിൽ ഇംഗ്ലീഷ് ആർട്ടിക്കിൾസ് എന്ന ഭാഗത്തിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.